സഞ്ചാരത്തിൽ 150ാമത്തെ രാജ്യമായ നമീബിയയിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. നമീബിയയിലെ ഇംബാലില എന്ന ഒരു ദ്വീപിലൂടെ. ഇന്നാട്ടുകാരനായ ഡേവിഡാണ് എന്നെ ഇവിടുത്തെ കാഴ്ചകളിലൂടെ കൊണ്ടുപോകുന്നത്. ഒരു വശത്ത് ചോബെ നദിയും മറുവശത്ത് സാംബസി നദിയും അതിരുകൾ തീർക്കുന്ന ദ്വീപാണിത്. ആ രണ്ട് വലിയ നദികളും സംഗമിക്കുന്നതിനിടയിലുള്ള നീളൻ ദ്വീപിൽ 3000-ഓളം ആളുകൾ വസിക്കുന്നു. ചെറിയ റിസോർട്ടുകളൊക്കെയുണ്ട് ദ്വീപിൽ. ഇവിടുത്തെ ഇച്ചിങ്കോ ചോബെ റിവർ ലോഡ്ജിലേക്കുള്ള വഴിയാണിത്. വന്യജീവികളെ കാണാനെത്തുന്ന ആളുകൾ താമസിക്കുന്ന ഒരു ലോഡ്ജ്. ഇത്തരത്തിലുള്ള 3-4 ലോഡ്ജുകളൊക്കെ ഉണ്ടെങ്കിലും ബോട്സ്വാനയിൽ ചോബെ നദിയുടെ തീരത്തെ പോലെ ടൂറിസം ഇവിടെ വളർന്നിട്ടില്ല. ഇവിടെ ഒരു ഹ്രസ്വമായ യാത്രയ്ക്ക് വേണ്ടി വന്നതാണ് ഞാൻ. നദിയുടെ അക്കരെ ബോട്സ്വാനയാണ്. അവിടുത്തെ റിസോർട്ടിൽ നിന്നും ഒരു ബോട്ടിൽ ഇക്കരെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയായിരുന്നു. സഞ്ചാരം ആഫ്രിക്കയുടെ ദക്ഷിണ ഭാഗത്തേക്ക് കൂടുതൽ ടൂറുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ആളുകൾക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ നമീബിയയിലേക്ക് കൂടുതൽ ആളുകളെ വിടാമെന്ന് ഞാൻ ഡേവിഡിനോട് പറഞ്ഞു. ബാവോബാബിന്റെ ഒരു കായുമായാണ് ഡേവിഡിന്റെ നടത്തം. ഇതാണ് ഇംബാലില ഐലൻഡിലെ പോലീസ് സ്റ്റേഷൻ. അതിനോടനുബന്ധിച്ച് ചില സർക്കാർ ഓഫീസുകളൊക്കെയുണ്ട്. ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സുകളുമുണ്ട്. ഇവിടെ തന്നെയാണ് എമിഗ്രേഷൻ ഓഫീസ്. ഞാൻ ഇനി നമീബിയയിൽ നിന്ന് മടങ്ങുകയാണ്. മടങ്ങുമ്പോൾ എമിഗ്രേഷൻ ഓഫീസിൽ കയറി എക്സിറ്റ് സീൽ അടുപ്പിക്കണം. നമീബിയയിലെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങി എന്നതിന്റെ തെളിവായി സീൽ വെച്ച പാസ്പോർട്ടുമായി ബോട്സ്വാനയുടെ എമിഗ്രേഷൻ സെന്ററിൽ ചെന്നാൽ മാത്രമേ അവിടേക്കുള്ള എൻട്രി കിട്ടൂ. ഇംബാലില സബ് റീജിയൻ ഓഫീസിലേക്ക് ഡേവിഡിനൊപ്പം കയറി ചെന്നു. അതിന്റെ അകത്തെ നടപടിക്രമങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. പെട്ടെന്ന് തന്നെ എക്സിറ്റ് അടിച്ചു കിട്ടി. ഡേവിഡ് ബാവോബാബ് കായ് കൈവിടുന്നില്ല. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഒരു കായാണത്. എന്നെ ബോട്ടിൽ കയറ്റി വിടുന്നതുവരെ ഡേവിഡ് അനുഗമിക്കും. ഇദ്ദേഹത്തിനുള്ള ഫീസ് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് $100 കൊടുത്തിരിക്കുന്നത്. എന്റെ കൂടെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഡേവിഡിനും ഗ്രാമത്തിലെ ആളുകൾക്കും കൂടുതൽ പണം കിട്ടിയേനെ. ചോബെ നദിയുടെ തീരത്തേക്കെത്തി. ഇവിടെ ഒരു കടവ് വൃത്തിയായി ഭംഗിയായി ഒരുക്കി വെച്ചിട്ടുണ്ട്. രാജ്യാതിർത്തിയാണ് ഇതെന്നോർക്കണം. ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുമുണ്ട് ഇവിടെ. ചെറിയ ഏതാനും ബോട്ടുകളും കിടക്കുന്നു. ഇംബാലില ദ്വീപിലുള്ളവർ സാധനങ്ങൾ വാങ്ങാൻ പോവുക ബോട്സ്വാനയിലെ കസാന പട്ടണത്തിലേക്കാണ്. തീരത്ത് ഒരു പ്രത്യേകതരം ചെടി വളരുന്നുണ്ട്. പാപ്പറസ് ചെടിയാണ്. ആഫ്രിക്കയിൽ നദീതടങ്ങളിലെല്ലാം ഇങ്ങനെ പാപ്പറസ് ധാരാളമായി വളർന്നു നിൽക്കുന്നത് കാണാം. ഈ ചെടിയുടെ തണ്ടുകൊണ്ടാണ് പണ്ട് പേപ്പർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ തണ്ട് ഇടിച്ച് ചതച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തിയാണ് പുരാതന ഈജിപ്തുകാർ പേപ്പർ നിർമ്മിച്ചിരുന്നത്. നദിയിൽ ഈ ഭാഗത്ത് കുറെ ചെറിയ ദ്വീപുകളുണ്ട്. അവിടെ പക്ഷികളുടെ വലിയ കൂട്ടങ്ങളെ കാണാം. പാറക്കെട്ടുകൾ നിറഞ്ഞ തുരുത്തുകളാണ്. അതിൽ ചെടികളും മരങ്ങളുമൊക്കെ വളർന്നു നിൽക്കുന്നു. അത്തരം ദ്വീപുകൾ ഇവിടുത്തെ പക്ഷികളുടെ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് കൂടിയാണ്. നിരവധി ഇനം പക്ഷികളുടെ ആവാസമേഖല. യെല്ലോ ബിൽഡ് സ്റ്റോർക്കുകളുണ്ട്. ആഫ്രിക്കൻ ഓപ്പൺ ബില്ലുണ്ട്. ഇത്തരത്തിലുള്ള പല പക്ഷികളും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഇടമാണ് ആ ദ്വീപ്. ഡേവിഡാണ് അത് പറഞ്ഞു തന്നത്. പക്ഷികളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആകയാൽ ആ ഭാഗം പ്രത്യേക സംരക്ഷിത പ്രദേശമാണ്. ആളുകളെ അധികം പ്രവേശിപ്പിക്കില്ല. ബോട്ടിൽ അതിനരികിലൂടെയൊക്കെ പോകാം. എന്നാൽ തുരുത്തിലേക്ക് കയറാനാവില്ല. ഇത്തരത്തിലുള്ള ചെറിയ കുറെ തുരുത്തുകളും പാറക്കെട്ടുകളുമെല്ലാം ഇവിടെ നദിയിലുണ്ട്. നദിയുടെ ഒഴുക്ക് ഏതാണ്ട് നിലച്ചു പോയതുപോലെ തോന്നുന്ന ഒരു ഭാഗം. തുരുത്തുകൾക്കിടയിലേക്ക് ബോട്ട് പോകില്ല. ഞങ്ങളങ്ങനെ തീരത്ത് കാത്തു നിൽക്കെ ഒരു ബോട്ട് വന്നു. എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതിനായി ബോട്സ്വാനയിലെ റിസോർട്ടിൽ നിന്നും ഒരു ബോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്ന ബോട്ട് എനിക്കുള്ളതാണെന്നാണ് കരുതിയത്. മറ്റൊരു ബോട്ട് കൂടി വന്നു. അതിലേക്ക് ക്യാമറ തിരിക്കേണ്ടെന്ന് ഡേവിഡ് പറഞ്ഞു. അത് നേവിക്കാരുടെ ബോട്ടാണ്. അവരും കടന്നുപോയി. ഇപ്പോൾ വേറൊരു ബോട്ട് വരുന്നുണ്ട്. അതാണ് എന്നെ കൊണ്ടുപോകാൻ വരുന്ന ബോട്ട്. ബോട്സ്വാനയിൽ ഞാൻ താമസിക്കുന്ന ക്രിസ്റ്റ മൊവാന റിസോർട്ടിലെ ബോട്ടാണത്.
ഡേവിഡ് ആ ബോട്ടിനടുക്കാനായി വഴിയൊരുക്കിക്കൊടുത്തു. ആ വഴിയിലൂടെ ചെറു ബോട്ട് കയറി വന്നു. ഇവിടെ തീരത്ത് നിൽക്കുമ്പോൾ പോലും സൂക്ഷിക്കണം. ധാരാളം മുതലകളുണ്ട് നദിയിൽ. അടിഭാഗം പരന്ന ഒരു അലൂമിനിയം ബോട്ടാണ്. ഡേവിഡിനോട് യാത്ര പറഞ്ഞു. മറ്റൊരിക്കൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. ബോട്ടിലേക്ക് കയറി. ഈ ബോട്ടിൽ തന്നെയാണ് ഞാൻ മൊവാന റിസോർട്ടിൽ നിന്നും നമീബിയൻ തീരത്തേക്ക് വന്നത്. ആ സമയത്ത് ഞങ്ങൾ 13 പേർ ഉണ്ടായിരുന്നു ബോട്ടിൽ. അതിൽ ഞാൻ മാത്രമേ നമീബിയയുടെ ഗ്രാമങ്ങളിലേക്ക് പോയുള്ളൂ. ബാക്കിയുള്ളവർ നമീബിയൻ തീരത്ത് ഇറങ്ങിയെങ്കിലും വിസ ലഭിക്കാത്തതിനാൽ തിരികെ റിസോർട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. ശരിക്കും സഞ്ചാരത്തിന്റെ ഈ ടൂറിൽ ഉൾപ്പെട്ടതല്ല നമീബിയൻ യാത്ര. എല്ലാവരും രാവിലെ ഒരു ഗെയിം ഡ്രൈവിന് പോയിരുന്നു. ഉച്ച കഴിഞ്ഞുമുണ്ട് ഒരു ഗെയിം ഡ്രൈവ്. അതിനിടയ്ക്കുള്ള നേരം റിസോർട്ടിൽ ചെലവഴിക്കണമല്ലോ. ആ സമയത്ത് ഒരു ശ്രമം നടത്താമെന്ന് കരുതിയാണ് 12 പേർ എന്നോടൊപ്പം ബോട്ടിൽ കയറി നമീബിയൻ തീരത്തേക്ക് വന്നത്. പകൽ സമയത്ത് റിസോർട്ടിലെ റൂമുകളിലോ സ്വിമ്മിംഗ് പൂളുകളിലോ ജാക്വസികളിലോ ഒക്കെ സമയം ചെലവഴിക്കണമല്ലോ. ഏതായാലും അടുത്ത തവണ മുതൽ സഞ്ചാരത്തിന്റെ ടൂറിൽ നമീബിയ കൂടി ഉൾപ്പെടുത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം അവിടുത്തെ പാവങ്ങളായ ഗ്രാമീണർക്ക് എന്തെങ്കിലും വരുമാനമൊക്കെ ലഭിക്കും. മുന്നിൽ ആ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന ക്രസ്റ്റ മൊവാന റിസോർട്ട്. പക്ഷേ നേരിട്ട് അവിടേക്ക് ചെന്ന് കയറുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ടു പോയി എമിഗ്രേഷൻ ഓഫീസിൽ ചെന്ന് അവിടുത്തെ നടപടികളെല്ലാം പൂർത്തീകരിച്ചു വേണം റിസോർട്ടിലേക്ക് പോകാൻ. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. തുടർന്ന് അതേ ബോട്ടിൽ തിരികെ ക്രസ്റ്റ മൊവാന റിസോർട്ടിന്റെ കടവിലേക്ക് അടുത്തു. ജീവനക്കാരൻ വടം വലിച്ച് ബോട്ട് തീരത്തേക്ക് അടുപ്പിച്ചു. നേരം 2 മണിയായിട്ടുണ്ട്. 10 മണിക്ക് ഈ തീരത്തു നിന്നും പോയതാണ് ഞാൻ. നമീബിയയിലെ ഗ്രാമങ്ങൾ കണ്ടു. അവിടുത്തെ ഗ്രാമീണരുടെ നൃത്തം കണ്ടു. കടവിൽ നിന്നും പടവുകൾ കയറി എത്തുന്നത് റിസോർട്ടിലെ ഒരു പൂളിനരികിലേക്കാണ്. ഇത് ചെറിയൊരു പൂളാണ്. വലിയ സ്വിമ്മിംഗ് പൂൾ വേറെയുണ്ട്. ഇനി എനിക്ക് ലഞ്ച് കഴിക്കണം. റെസ്റ്റോറന്റ് അടച്ചോ എന്ന് സംശയമുണ്ടായിരുന്നു. ഇല്ല, അവിടെ ആളുകളെ കാണുന്നുണ്ട്. പൂൾ സൈഡിലെ വലിയൊരു പന്തലിലാണ് ലഞ്ച് സെർവ് ചെയ്യുന്നത്. എന്റെ ഗ്രൂപ്പിലുള്ളവർ നേരത്തെ തന്നെ ലഞ്ച് കഴിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങുകയായിരിക്കും. വിഭവസമൃദ്ധമായിരുന്നു ലഞ്ച്. ധാരാളം വെജ് നോൺ വെജ് വിഭവങ്ങളുണ്ട്. മാൻവർഗത്തിലുള്ള കുടുവിന്റെ ഇറച്ചി വരെ. അതൊക്കെ കഴിച്ച് ഞാനും ഒന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഇത്തരം ജംഗിൾ റിസോർട്ടുകളിലൊക്കെ ഉച്ചനേരത്ത് എല്ലാവരും ലിഷേർലി ആയിരിക്കും. റൂമിൽ ഉറക്കമായിരിക്കും മിക്കവരും. നല്ല ചന്തമുള്ള കെട്ടിടങ്ങളാണ് എല്ലാം. പുല്ലുമേഞ്ഞ കെട്ടിടങ്ങൾ. വനത്തിലെ റിസോർട്ടുകൾ ഇങ്ങനെ തന്നെ വേണം. വലിയൊരു പ്രദേശത്താകെ നിറഞ്ഞു നിൽക്കുന്നതാണ് റിസോർട്ടിന്റെ കെട്ടിടങ്ങൾ. ഞാൻ മുറിയിലേക്ക് നടന്നു. ഈ കെട്ടിടങ്ങളെല്ലാം 2 നിലയാണ്. മുകളിലെ നിലയിലാണ് എന്റെ മുറി. താഴെ വലതുഭാഗത്ത് കാണുന്ന മൈതാനത്ത് ഇന്നലെ വൈകുന്നേരം നിറയെ പന്നികളുണ്ടായിരുന്നു. വാർത്തോഗുകൾ. പന്നി മാത്രമല്ല, ഇംബാല പോലുള്ള മൃഗങ്ങളൊക്കെ ഈ മൈതാനത്തേക്ക് കയറി വരും. ആന മാത്രം വരാറില്ലെന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറഞ്ഞത്. ഞാൻ മുറിയിലേക്കെത്തി. മനോഹരമായ മുറി. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഒരു ഗെയിം ഡ്രൈവ് ഉണ്ട്. പക്ഷേ ഞാൻ അതിന് പോകുന്നില്ല. 2 ഗെയിം ഡ്രൈവ് ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു. രസകരമായ ആംബിയൻസ് ഉള്ള മുറിയിൽ ഉച്ചകഴിഞ്ഞ നേരത്ത് ഒന്ന് കിടന്നുറങ്ങി. 4 മണി കഴിഞ്ഞപ്പോഴേക്കും പുറത്തിറങ്ങി. ബാൽക്കണിയിൽ ചോബേ നദിയും കണ്ട് കാറ്റും കൊണ്ട് ഇങ്ങനെ എത്ര നേരം ഇരുന്നാലും മതി വരില്ല. അങ്ങനെ ആ ദിവസം കടന്നുപോയി. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അടുത്ത ദിവസം പ്രഭാതം 5:30 ആയപ്പോഴേക്കും ഉണർന്ന് റെഡിയായി ലോബിയിലെത്തി. ഇന്ന് രാവിലെ ഒരു ബോട്ട് സഫാരിക്ക് പോവുകയാണ്. അതിന് വരുന്നവർ നേരത്തെ തന്നെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. ഞാനും ടൂർ മാനേജർ സമീലുമുണ്ട്. സഞ്ചാരം ഗ്രൂപ്പിലെ 10-12 പേരും റെഡിയായി വന്നിട്ടുണ്ട്. ആഫ്രിക്കയിൽ വന്ന ശേഷം പല ഗെയിം ഡ്രൈവുകളിൽ പങ്കെടുത്തു കഴിഞ്ഞു എല്ലാവരും.
ആദ്യം ഇവിടെ വന്ന ദിവസം ഒരു ബോട്ട് സഫാരി ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഒരു ഗെയിം ഡ്രൈവും. ഇന്ന് രാവിലെ മറ്റൊരു ബോട്ട് സഫാരിക്കാണ് പോകുന്നത്. പുലർച്ചെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ പലരും പുതപ്പിനുള്ളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. സുഖമായി കിടന്നുറങ്ങാൻ തീരുമാനിച്ചവർ മുറികളിലാണ്. ഞങ്ങൾ ഒരു 10-13 പേരെയുള്ളൂ പുലർക്കാലത്ത് വീണ്ടും മൃഗങ്ങളെ കാണാൻ ഇറങ്ങിയവർ. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ചോബെ നദിയിലൂടെ ബോട്ട് യാത്ര നടത്തിയത്. അതുകൊണ്ടാണ് ഇന്ന് അതിരാവിലെ ആയേക്കാം യാത്രയെന്ന് തീരുമാനിച്ചതും. ഒരു തവണ കാലത്തും വൈകിട്ടും ജീപ്പിലും. അങ്ങനെയാണ് സഫാരി യാത്രകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരം പുലരുന്നു. ചോബെ നദിയുടെ ശാന്തമായ പരപ്പ്. നദിയുടെ തീരത്ത് നിരവധി റിസോർട്ടുകളുണ്ട്. മരങ്ങൾക്കിടയിലൂടെ ലൈറ്റുകൾ കാണാം. ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പം നിലവാരം കുറഞ്ഞ ഫെസിലിറ്റികളാണെങ്കിൽ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നതാണ് ഇവിടെ വരുമ്പോഴുള്ള അനുഭവം. 5 സ്റ്റാർ 4 സ്റ്റാർ നിലവാരമുള്ള ഫെസിലിറ്റികളേ ഉള്ളൂ. കാരണം ഇവിടെ വരുന്നവരിൽ കൂടുതൽ സമ്പന്നരായ പാശ്ചാത്യരാണ്. കൊടിയ തണുപ്പുണ്ട്. എങ്കിലും നദിയിലൂടെയുള്ള ഈ യാത്ര രസകരമാണ്. എല്ലാവരും ജാക്കറ്റും സ്വെറ്ററും ഒക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. ഇദ്ദേഹം ബോട്ടിലെ ഗൈഡാണ്. ഗൈഡ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. എവിടെയൊക്കെയാണ് മൃഗങ്ങളെ കാണുക, ഏതൊക്കെ വഴിക്കാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഒരു വിവരണം. ഞങ്ങൾ ഈ കടന്നു പോകുന്ന ഭാഗമൊക്കെ ഒരു ഫ്ലഡ് ബേസിനാണ്. പ്രളയത്തിന്റെ ഒരു തടം. വെള്ളപ്പൊക്ക കാലത്ത് ഇതിന്റെ 2 വശത്തുമുള്ള തീരങ്ങളിലേക്ക് വെള്ളം കയറുകയും എക്കൽ അടിയുകയും ചെയ്യും. അങ്ങനെ എത്രയോ നൂറ്റാണ്ടുകളായി എക്കൽ അടിയുന്ന തീരങ്ങളാണിത്. അങ്ങു ദൂരെ ലൈറ്റ് കാണുന്നത് കസാനെ പട്ടണമാണ്. ചോബെ നദിയിൽ നിന്നും അധികം അകലെയല്ല കസാനെ പട്ടണം. പട്ടണം ശരിക്കു കാണുന്നില്ലെന്നേയുള്ളൂ. മുന്നിൽ കാണുന്നതെല്ലാം ഡെൽറ്റയുടെ ഭാഗമാണ്. പ്രളയജലം കൊണ്ടുവന്ന് തള്ളിയ എക്കൽ അടിഞ്ഞുണ്ടായ തുരുത്തുകൾ. അവിടെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ ധാരാളം പുല്ല് വളരുന്നതുകൊണ്ട് എപ്പോഴും മൃഗങ്ങളുണ്ടാകും. പലയിടത്തും കടവുകൾ കാണാം. ടൗണിന്റെ പ്രധാന കടവാണ് ഇത്. ഈ പുല്ല് വെട്ടി ഉണക്കിയാണ് ഗ്രാമങ്ങളിൽ വീടിനു ചുറ്റും വേലിപ്പടർപ്പുണ്ടാക്കുന്നത്. മുന്നോട്ടു പോകുമ്പോൾ വേറെയും റിസോർട്ടുകൾ കാണാം. അവയുടെ കടവുകളിൽ ബോട്ടുകൾ. ഇതിവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസാണ്. ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ ആളനക്കമൊന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ഇമിഗ്രേഷൻ ഓഫീസ് പ്രവർത്തിക്കുക. അവിടെ ചെന്ന് എക്സിറ്റ് അടിച്ചു വേണം നദി കടന്ന് നമീബിയയിലേക്ക് പോകാൻ. നമീബിയയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഇവിടെ വന്ന് ഇമിഗ്രേഷൻ പ്രോസസ് എല്ലാം പൂർത്തിയാക്കണം. അവിടം കടന്നു പോകുമ്പോഴും ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ തീരത്ത് കാണാം. ചോബെ നാഷണൽ പാർക്കിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപുള്ള റിസോർട്ടാണ് ഇത്. ആ റിസോർട്ടിന്റെ ഭാഗമായുള്ള ബാറോ മറ്റോ ആണ് ഒരു പുൽക്കുടിൽ പോലെ തീരത്ത് കാണുന്നത്. അവിടം കഴിയുന്നതോടുകൂടി ശരിക്കും ചോബെ നാഷണൽ പാർക്കിലേക്ക് കയറുകയായി. വിശാലമായ മൈതാനം പോലെ ഒരു ഭാഗം. എക്കൽ അടിഞ്ഞുണ്ടായ ഡെൽറ്റ പ്രദേശമാണ്. പുൽമേടാണത്. അതിൽ നിറയെ പക്ഷികളും മൃഗങ്ങളുമുണ്ട്. തീരത്തോട് ചേർന്ന് ഒരു ഹിപ്പോ കിടപ്പുണ്ട് ഇവിടെ. അവൻ പകുതി പൊങ്ങിക്കിടക്കുകയാണ്. അതൊക്കെ പിന്നിട്ട് നീങ്ങുമ്പോൾ വനത്തിനകത്ത് ഇലക്ട്രിസിറ്റി ഉള്ള ഒരു ഭാഗം കാണാം. അത് ആർമിയുടെ ഒരു സ്റ്റേഷനാണ്. അവരുടെ പല വലിപ്പത്തിലുള്ള ബോട്ടുകളും തീരത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട്. ക്യാമ്പിൽ കുറെ പട്ടാളക്കാരുണ്ട്. അതിർത്തിയാണല്ലോ. മറുവശത്ത് നമീബിയയാണ്. ഇടയ്ക്ക് പട്ടാളക്കാർ നദിയിലൂടെ ബോട്ടിൽ റോന്തു ചുറ്റും. തീരക്കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നീങ്ങി. ഇവിടെ തീരത്ത് കുറെ പക്ഷികളുണ്ട്. ഹെൽമറ്റഡ് ഗിനിഫോൾ ഉൾപ്പെടെ നിരവധിയായ പക്ഷികൾ. 400-ലേറെ ഇനം പക്ഷികളുണ്ട് ഈ പാർക്കിൽ. അവയിൽ ഏറെയും നീർത്തടവുമായി ബന്ധപ്പെട്ട് വസിക്കുന്നവയാണ്. ആഫ്രിക്കൻ ജക്കാന, ആഫ്രിക്കൻ സ്പൂൺബിൽ, മലാക്കിറ്റ് കിങ്ഫിഷർ, ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റ്, ലോങ് ടോഡ് ലാപ്പ് വിങ്, ആഫ്രിക്കൻ ഓപ്പൺ ബിൽ, പീറ്റ് കിങ്ഫിഷർ എന്നിങ്ങനെ നീളുന്നു അവയുടെ പട്ടിക. നല്ലൊരു അനുഭവം തന്നെയാണ് പ്രഭാതത്തിലെ ഈ ബോട്ട് യാത്ര. അവിസ്മരണീയമായ ഒരനുഭവം. മറുവശത്ത് തിട്ടകളിൽ കാട്ടുപോത്തുകളുണ്ട്. നല്ല മെഴുത്ത കാട്ടുപോത്തുകൾ. അവ സംഘമായാണ് ജീവിക്കുന്നത്.
ഇവിടെ ഇവർക്ക് വെള്ളത്തിലും കരയിലും ശത്രുക്കളുണ്ട്. വെള്ളം കുടിക്കാൻ ഇറങ്ങുമ്പോൾ മുതലകൾ പിടികൂടും. കരയിൽ വെച്ച് സിംഹവും ഇവരെ വേട്ടയാടും. കേപ്പ് ബഫലോ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ബഫലോകളാണ് ഈ നാഷണൽ പാർക്കിൽ കൂടുതലുമുള്ളത്. തുരുത്തുകളിലും തിട്ടകളിലും നല്ല പുല്ലും നദിയിൽ വെള്ളവുമുള്ളതിനാൽ ഇവയുടെ വലിയൊരു ആവാസ മേഖലയാണ് ഈ പ്രദേശം. ചോബെ നാഷണൽ പാർക്കിൽ എത്ര കാട്ടുപോത്തുകളുണ്ട് എന്നതിന് കൃത്യമായ എണ്ണമെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വലിയ കൂട്ടങ്ങളായി വസിക്കുന്ന ഇവ ചില ഘട്ടങ്ങളിൽ നദി കടന്ന് നമീബിയൻ ഭാഗത്തേക്കും പോകും. യഥാർത്ഥ ബഫലോകൾ ഇത്തരം ആഫ്രിക്കൻ കാട്ടുപോത്തുകളാണെന്നാണ് പറയുക. ഉയരം, കൊമ്പിന്റെ ആകൃതി, തൂക്കം എന്നിവയൊക്കെ കണക്കാക്കിയാണ് അങ്ങനെ ഒരു വിശേഷണം. 1.5 മുതൽ 1.25 മീറ്റർ വരെ ഉയരം വയ്ക്കുന്നവരാണ് ഇവർ. വലിപ്പമനുസരിച്ച് 425 മുതൽ 870 കിലോ വരെ ഭാരവുമുണ്ടാകും. 10-20 മുതൽ 500 അംഗങ്ങൾ വരെയുള്ള കൂട്ടങ്ങളായാണ് ആഫ്രിക്കൻ ബഫലോകൾ ജീവിക്കുന്നത്. പെണ്ണുങ്ങൾക്കാണ് ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനം. മേഞ്ഞു നടക്കുമ്പോൾ സംഘത്തിലെ മുതിർന്ന പെണ്ണുങ്ങൾ നടക്കുന്ന ദിശയിലേക്ക് മറ്റെല്ലാവരും നടക്കണമെന്നതാണ് പൊതുവായ രീതി. വിശ്രമിക്കുന്ന സമയത്ത് 1-2 പെണ്ണുങ്ങൾ കൂട്ടത്തിനു ചുറ്റും നടക്കും. പോകാനുള്ള ദിശ നിശ്ചയിക്കുക അപ്പോഴാണ്. അടുത്തതായി വാട്ടർ ബക്സിനെയാണ് കാണുന്നത്. ഒരുതരം ആന്റിലോപ്പ് അഥവാ കൃഷ്ണമൃഗമാണ് വാട്ടർ ബക്ക്. മറ്റ് ആന്റിലോപ്പ് വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളത്തോട് ചേർന്ന് വസിക്കാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. നല്ല നീന്തൽക്കാരുമാണിവർ. 10 മുതൽ 30 വരെ അംഗങ്ങളുള്ള ഗ്രൂപ്പുകളായിട്ടാണ് വാട്ടർ ബക്കുകൾ നദീതടങ്ങളിലും ചതുപ്പുകളിലും വസിക്കുന്നത്. പക്ഷികളുടെ വലിയൊരു ആവാസ മേഖല തന്നെയാണ് ഇവിടം. പലതരം പക്ഷികൾ, ദേശാടന പക്ഷികളും ചോബെ നാഷണൽ പാർക്കിലേക്ക് എത്താറുണ്ട്. ഈ തിട്ടകളിൽ എവിടെ നോക്കിയാലും കാണുന്നത് പക്ഷികളെ തന്നെയാണ്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതലിനം നീർപക്ഷികൾ ഒരുമിച്ച് വസിക്കുന്ന പ്രധാന നാഷണൽ പാർക്കാണ് ചോബെ. ഹിപ്പോകൾ പുല്ലു തിന്നാൻ കയറുന്നത് പുലർച്ചെയാണ്. തിട്ടയിൽ നിന്ന 2 പേർ ഞങ്ങളുടെ ബോട്ട് കണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. 40 മുതൽ 50 വയസ്സുവരെ ജീവിക്കുന്നവരാണ് ഹിപ്പോകൾ. ആൺ ഹിപ്പോകൾ അത്രയും കാലം വളർന്നുകൊണ്ടിരിക്കുമെന്നതാണ് പ്രത്യേകത. പെൺഹിപ്പോകളുടെ വളർച്ച 25 വയസ്സാകുമ്പോൾ നിലയ്ക്കുകയും ചെയ്യും. ഈ വെള്ളത്തിനിടയിൽ പലയിടത്തും ഹിപ്പോകൾ മുങ്ങിക്കിടപ്പുണ്ടാകും. ദീർഘനേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിവുള്ളവരാണ് അവർ. വേറൊരു ഭാഗത്ത് കുറെ ഇമ്പാലകളുണ്ട്. ഈ വനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇമ്പാലകളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ സിംഹങ്ങൾ ഉൾപ്പെടെയുള്ള വേട്ടക്കാർക്ക് കുശാലാണ്. കൂട്ടത്തിൽ നിന്ന് വളരെ അനായാസം ഒന്നിനെ പിടികൂടും. ധാരാളം ഇമ്പാലകളുണ്ട്. രാവിലെ തണുപ്പത്ത് പ്രഭാതസൂര്യന്റെ കിരണങ്ങൾ ഏറ്റുകൊണ്ട് അവർ കളിച്ചു തിമിർത്ത് നടക്കുകയാണ്. രസകരമായ ഉന്മേഷദായകമായ കാഴ്ചയാണത്. കാണാൻ ഏറ്റവും ഭംഗിയുള്ള മൃഗങ്ങളിലൊന്നാണ് ഇമ്പാല. നല്ല ഒതുങ്ങിയ ശരീരവും ചുവപ്പ് കലർന്ന തവിട്ട് നിറവും. ശരീരത്തിന്റെ അടിഭാഗത്തിന് വെള്ള നിറമാണ്. ചോബെ നാഷണൽ പാർക്കിൽ നദിയോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിലാണ് ഇവർ കൂടുതലായും വസിക്കുന്നത്. ഇമ്പാലകളുടെ ചാട്ടം ഇങ്ങനെയാണ്. ഒറ്റക്കുതിപ്പിൽ 12 അടി വരെ ദൂരത്തിൽ ചാടാൻ ഇവർക്ക് കഴിയും. ചിലപ്പോഴെങ്കിലും വേട്ടക്കാരിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നത് അങ്ങനെ ചാടിയാണ്. 30 പേർ വരെയുള്ള സംഘമായാണ് ഇവർ ജീവിക്കുക. അതിൽ 1-2 ആണുങ്ങളെ ഉണ്ടാകൂ. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ വെള്ളത്തിലൂടെ എന്തോ ഒന്ന് ഒഴുകി നടക്കുന്നതായി തോന്നുന്നു. അതൊരു ആനയാണ്, ഒരു ഒറ്റയാൻ. അവൻ നദിയിൽ നീന്തുകയാണ്. തുമ്പിക്കൈ പൊക്കി വെച്ചിട്ടുണ്ട്. നദിയിലൊന്ന് നീന്തി പിന്നെ കരയിൽ ചെന്ന് കയറും. ഒറ്റയാന്മാരെ ഞങ്ങൾ ഇതുവരെ ഈ നാഷണൽ പാർക്കിൽ കണ്ടിരുന്നില്ല. വലിയ കൂട്ടമായി ആനകളെ കാണുകയും ചെയ്തിരുന്നു. ഇവിടെയാകട്ടെ ഇവനൊഴികെ വേറെ ആനകളെയൊന്നും ഇപ്പോൾ കാണുന്നില്ല. ശരിക്കും നമീബിയൻ ഭാഗത്തുനിന്നും നീന്തി ബോട്സ്വാനയുടെ ഭാഗത്ത് വന്ന് കയറിയിരിക്കുകയാണ് ഇവൻ. പാസ്പോർട്ടും എമിഗ്രേഷൻ പ്രശ്നങ്ങളുമൊന്നും ഇവനില്ലല്ലോ. ചില നേരത്ത് ഇവർ നമീബിയയിലേക്ക് പോകും. പിന്നെ തിരികെ ബോട്സ്വാനയിലേക്ക് വരും. മനുഷ്യർ നിശ്ചയിച്ച അതിരുകളൊന്നും ഇവർക്ക് ബാധകമല്ല. ഇത് ഇവരുടെ രാജ്യമാണ്. പ്രകൃതി നിയമവും അതാണ്.
അതിരുകൾ മനുഷ്യ സൃഷ്ടിയാണല്ലോ. ഇങ്ങനെ നനഞ്ഞു കുളിച്ച് കയറി ചെല്ലുന്നവന് വേറൊരു പരിപാടിയുണ്ട്. പൂഴിവാരി ദേഹത്തിട്ട് ഒന്ന് വൃത്തിയാക്കും. വെള്ളം നനഞ്ഞതിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള പരിപാടിയാണിത്. ഒട്ടയാൻ പുൽമേടുകളിലേക്ക് നടന്നുപോയി. ഞങ്ങൾ വീണ്ടും മുന്നോട്ടു പോകുമ്പോൾ ഇമ്പാലകളുടെ വലിയ കൂട്ടവും പക്ഷിക്കൂട്ടങ്ങളുമെല്ലാം കൺമുന്നിലേക്കെത്തുന്നു. പലതരം പക്ഷികളും മൃഗങ്ങളും. ഇതെല്ലാം അവരുടെ സാമ്രാജ്യമാണ്. ഭയമേതുമില്ലാതെ കഴിയാവുന്ന ഇടം. അവരുടെ ആ ലോകത്തുകൂടി ഞങ്ങൾ നല്ല സ്പീഡിൽ ബോട്ടിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ്. പക്ഷികളും മൃഗങ്ങളും നിറഞ്ഞ ചോബേ നാഷണൽ പാർക്കിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു.